കാര്യം ഞാനൊരു വിവാഹ ബ്രോക്കർ ആണെങ്കിലും ഈ കാര്യത്തിൽ എനിക്കൊരു ബ്രോക്കർ ആകാൻ പറ്റില്ല. കാരണം എന്റെ പെങ്ങടെ മോനായി പ്രശാന്തൻ. എന്ന് വെച്ച് ബ്രോക്കർ കമ്മീഷൻ വാങ്ങിക്കാതിരിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. പിന്നെ കുറുപ്പേട്ടന്റെ മോനായതുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഞാൻ ഇത്രയും താല്പര്യം കാണിക്കുന്നത്. ഞാൻ കുറുപ്പേട്ടൻ ഓടിക്കുന്ന ബസ്സിൽ കയറാൻ തുടങ്ങിയിട്ട് കൊല്ലം കുറെ ആയില്ലേ. എന്റെ പെങ്ങടെ മോനായതുകൊണ്ട് പറയല്ല, ഇത്രയും നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരു പയ്യനെ മഷിട്ട് നോക്കിയാൽ കാണില്ല. ആ പിന്നെ ഈ ഓഫീസില് നല്ലൊരു ജോലിയുണ്ട്. ചെറുക്കൻ ആരൊക്കെ ഉണ്ട്? അമ്മയും 2 അനിയന്മാരും ഒരു പെങ്ങളും. അച്ഛനില്ലേ? അതെങ്ങനെ ഉണ്ടാവുക? ആ ഇളയ പെണ്ണ് ജനിച്ചത് 4-ാം കാലിലല്ലേ. 4-ാം കാലിൽ പെണ്ണ് ജനിച്ചാൽ നടപറിക്കും എന്നാണല്ലോ പ്രമാണം. സൂക്ഷ്മം. അവള് ജനിച്ചതോടെ അളിയൻ അങ്ങോട്ട് പോയി. പിന്നെ ചേച്ചി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് മക്കളെയൊക്കെ ഈ നിലയിലാക്കിയത്. ഇത്രയും നല്ല ജോലിയുള്ള ചെറുക്കനാവുമ്പോ നല്ലൊരു തുക ശീതനം ചോദിക്കില്ലേ? 1 ലക്ഷം രൂപ സ്ത്രീധനം കൊടുക്കേണ്ടി വരും. 50,000 മേലുള്ള കാര്യമാണെങ്കിൽ ആലോചിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ ഞാൻ? കുറുപ്പേട്ടൻ വിഷമിക്കാതിരി. പ്രശാന്തം വന്ന് പെണ്ണിനെ ഒന്ന് കാണട്ടെ. പെണ്ണിനെ ഇഷ്ടപ്പെട്ട സ്ത്രീധനത്തിന്റെ കാര്യത്തിൽ എന്ത് വിട്ടുവീഴ്ച വേണമെങ്കിൽ ചെയ്യാൻ അവൻ പറഞ്ഞിരിക്കുന്നത്. എന്റെ സ്ഥിതി എല്ലാം ഗോപാലനർക്ക് അറിയാവുന്നതല്ലേ? താൻ ചെന്ന് ചെറുക്കനോടും വീട്ടുകാരോടും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇതിപ്പോ എന്റെയും കൂടി ഒരു കാര്യമല്ലേ കുറുപ്പേട്ട. ഏതായാലും 2-3 ദിവസത്തിനകം എല്ലാ വിവരങ്ങളും അറിയിക്കാം. എന്നിട്ട് തീരുമാനിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ ഇറങ്ങാ. ഓ ശരി. കേട്ടിടത്തോളം ഇത് നല്ലൊരു ആലോചനയാ. നടന്നാ ഭാഗ്യം. എടീ, ഇത് എന്റെ ഒരു വാശി കൂടെയാ. ആ വിശാഖനേക്കാൾ നല്ലൊരു ചെറുപ്പക്കാരന്റെ കൂടെ വേണം എന്റെ മോളെ ഇറക്കി വിടാൻ. എനിക്ക് വേണ്ടി ഇനി ആരും കല്യാണം ആലോചിക്കണ്ട. ചേച്ചിയെ പോലെ സന്യസിക്കാനാണോ നിന്റെ തീരുമാനം? ആരെ ഓർത്തിട്ടാ നിനക്ക് ഇത്ര വിഷമം? കാശിന് വേണ്ടി നിന്നെ തള്ളി പറഞ്ഞ ആ ചെറുക്കനില്ലാത്ത ഉളുപ്പ് നിനക്കെന്തിനാ? കുറെ ദിവസമായല്ലോ മരിച്ച വീട്ടിലെ പോലെ ഊണുറക്കില്ലാതെ ഇരിപ്പ്. ചേച്ചിയെ പോലെ പേരുദോഷം വരുത്തി വെക്കാനാണോ നിന്റെ ഭാവം? ഞാനൊരു ഭാരമാണെങ്കിൽ ഒഴിഞ്ഞേക്കാം. നിക്കടി. അതിനല്ലേ രാപ്പകലില്ലാതെ അധ്വാനിച്ച് നിന്നെയൊക്കെ വളർത്തി ഇത്ര ആക്കിയത്. എന്റെ കുറ്റം കൊണ്ടാണോ നിന്റെ കല്യാണം നടക്കാൻ? ആരോടാ നിനക്കിത്ര ദേഷ്യം? എനിക്ക് എന്നോട് മാത്രമേ ഉള്ളൂ ദേഷ്യം. അച്ഛനെ ഞാൻ കുറ്റപ്പെടുത്തിയില്ല. മക്കളെ, നിങ്ങളെല്ലാം കണ്ണു നിറയെ കാണുന്നത് അച്ഛന് സന്തോഷം. ഓരോരുത്തരും സ്വയം മരിച്ചിട്ട് അച്ഛന്റെ ഭാരം കുറയ്ക്കാൻ നോക്കുന്നതിന് മുമ്പ് എന്തിലെങ്കിലും ഇത്തിരി വിഷം ചേർത്ത അച്ഛനിതാ. അതിനേക്കാൾ വലിയ പുണ്യം ചെയ്യാനില്ല. എന്താ, നീ ഉറങ്ങിയില്ല മോളെ? അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അച്ഛനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ മനസ്സിലെ സങ്കടം കൊണ്ട്. അച്ഛൻ അറിയാൻ മോളെ നിന്റെ ദുഃഖം. എന്റെ മോള് കഴിഞ്ഞെല്ലാം മറക്ക്. നിങ്ങൾ ആരും അച്ഛനൊരു ഭാരമാവില്ല. അച്ഛൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ അനുസരിക്കാം. അച്ഛൻ ഇഷ്ടപ്പെടുന്ന ഏത് വിവാഹത്തിനും ഞാൻ സമ്മതിച്ചോളാം. മോള് പോയി കിടന്നു. അച്ഛൻ മോൾക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യില്ല എന്ന് മാത്രം കരുതിയാൽ മതി.